Assalamu alaikum. Good morning, everyone. Welcome to today's science class. How are you, dears? Hope you all were fine and safe at your homes. Okay, shall we start our today's class? Yes. What all things that we discussed in our previous class? Can you recall? Okay, let's try. What was our lesson? Can you say its title? Yes, very good. Our second lesson is components of food. We were discussed what do different food items contain. Then discuss about the term nutrients. In our previous class, we were discussed how to test the presence of nutrients in our food. The test for presence of carbohydrates, proteins and fats are simpler to do as compared to the test for other nutrients. For carrying out these tests, we need solutions of iodine, copper sulfate and caustic soda. If the required solutions are not available in ready-made form, we need to prepare them. In the last class, we were carried out the test for checking the presence of protein in our food. And also we studied how to prepare the solutions needed for the test. For the test of protein, we need two solutions, that is copper sulfate and caustic soda. അപ്പോൾ നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ന്യൂട്രിയൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? 5 മേജർ ന്യൂട്രിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. എല്ലാ ഫുഡ് ഐറ്റംസിലും ഈ ന്യൂട്രിയൻസ് എല്ലാതും പ്രസൻ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിലും ഏത് ന്യൂട്രിയൻസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 3 ടെസ്റ്റുകളാണ്. അത് ഏതിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാനാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ടെസ്റ്റുകൾ? യെസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. അപ്പോൾ ഇത് 3ആണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ന്യൂട്രിയൻറ്റിൻ്റെ പ്രസൻസ് മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് ചെയ്തത്? യെസ്, പ്രോട്ടീൻ്റെ പ്രസൻസ്. ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസിൽ പ്രോട്ടീൻ പ്രസൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് 2 സൊല്യൂഷൻസ് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. ഏതൊക്കെ സൊല്യൂഷൻസ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിൻ്റെ പേര്? യെസ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും കോസ്റ്റിക് സോഡ സൊല്യൂഷനുമാണ് പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ദെൻ ഇനി നമുക്ക് ഏതിൻ്റെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്? പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ 2 ടെസ്റ്റുകളും നോക്കാം. ഓക്കെ, ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്സ്. Shall we start? Okay, watch the video carefully. There are many types of carbohydrates. The main carbohydrates found in our food are in the form of starch and sugars. We can easily test if a food item contains starch. നമ്മൾ പറഞ്ഞു ഒരു മേജർ ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്നത്. അപ്പോൾ അതിൽ തന്നെ പല ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡിൽ മെയിനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സ് കാണപ്പെടുന്നത് സ്റ്റാർച്ചിൻ്റെയും ഷുഗേഴ്സിൻ്റെയും ഒക്കെ ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച് എന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാം. ഓക്കെ, for carrying out the test for starch, we need a dilute solution of iodine.
It can be prepared by adding a few drops of tincture iodine to a test tube half filled with water. Then take the food item for testing. Here I take potato, rice, sugar cube and salt for testing the presence of starch. It is iodine solution. It is yellow brown in color. Add 2 or 3 drops of dilute iodine solution on the food item. Here I am testing the presence of starch in rice, potato, sugar cube and salt. At first, put some drops of dilute iodine solution in rice. Then put some drops on potato. Okay. Can you observe any color change? Yes, it turns into blue-black. The blue-black color indicates that it contains starch. Then put some drops of dilute iodine solution onto sugar cube. Then on salt. Can you observe any color change? You are correct. There is no color change. It indicates here starch is absent in this item. That is, starch reacts with iodine to form a blue-black compound. അപ്പോൾ നമ്മൾ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഏതാണ്? ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക? നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് ഹാഫ് ഫിൽഡ് വാട്ടർ, പകുതിയോളം വെള്ളം എടുത്തിട്ട് അതിലോട്ട് ടിങ്ചർ അയഡിൻ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ റെഡിയായി. നമ്മളിവിടെ ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് പൊട്ടാറ്റോ, റൈസ്, ഷുഗർ ക്യൂബ്, സോൾട്ട് എന്നിവയാണ്. ഇവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞു. ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ബ്രൗൺ ആണ്. നിങ്ങൾ ആ കളറ് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക, യെല്ലോ ബ്രൗൺ കളർ. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച ഫുഡ് ഐറ്റംസിലോട്ട് കുറച്ച് ഡ്രോപ്സ് ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യണം. നമ്മൾ റൈസിൽ, പൊട്ടറ്റോയിൽ, ഷുഗർ ക്യൂബിൽ, സോൾട്ടിൽ ഒക്കെ ആഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്ക്, എന്തെങ്കിലും കളർ ചേഞ്ച് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? യെസ്, നമുക്ക് പൊട്ടറ്റോയിലും റൈസിലും നമുക്കൊരു കളർ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ബട്ട് നമുക്ക് ഷുഗർ ക്യൂബിലും സോൾട്ടിലും ആ കളർ ചേഞ്ച് കാണുന്നില്ല. ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ്റെ ആക്ച്വൽ കളറ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? യെല്ലോ ബ്രൗൺ ആണ്. ആ കളറിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടുണ്ട്. പൊട്ടറ്റോ അതുപോലെ റൈസ്, ഈ രണ്ട് ഫുഡ് ഐറ്റംസിലും ഒരു കളർ ചേഞ്ച് നമുക്ക് കാണുന്നുണ്ട്. ബ്ലൂ ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ട്. പക്ഷേ ഷുഗർ ക്യൂബിലും സോൾട്ടിലും ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ്റെ ആ സെയിം കളർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഫുഡ് ഐറ്റത്തിലേക്ക് ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ അതിന് ഒരു കളർ ചേഞ്ച് വന്ന് അത് പിന്നെ ബ്ലൂ ബ്ലാക്ക് എന്ന കളറിൽ കാണുകയാണെങ്കിൽ അവിടെ സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. ഇനി അതല്ല, നമ്മൾ ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ ആ ഫുഡ് ഐറ്റത്തിന് ഡൈല്യൂട്ട് അയഡിൻ സൊല്യൂഷൻ്റെ ആക്ച്വൽ കളറായിട്ടുള്ള യെല്ലോ ബ്രൗൺ തന്നെയാണെങ്കിൽ അവിടെ സ്റ്റാർച്ച് പ്രസൻ്റ് അല്ല. സ്റ്റാർച്ച് ഈസ് ആബ്സെൻറ്റ് ദർ. ഓക്കെ, ഇതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓൾ ഓഫ് യു ഗോട്ട് ദ ഐഡിയ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ടെസ്റ്റ് ഫോർ ഫാറ്റ്സ്. Let's test the presence of fat in different food items. This test is very easy for you. Let me explain. All of you listen here. Okay. At first, take a small quantity of a food item. Then wrap it in a piece of paper and crush it.
Take care that the paper does not tear. Now straighten the paper and observe it carefully. Yes, it have an oily patch. An oily patch on paper shows that the food item contains fat. The food items may sometimes contain a little water. Therefore, after you have rubbed an item on paper, let the paper dry for a while. If there were any water that may have come from food, it would dry up after some time. If no oily patch shows up after this, the food item does not contain any fat. നമ്മൾ ടെസ്റ്റ് ഫോർ ഫാറ്റ്സ് ആണ് ചെയ്തത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു. നമുക്ക് വീട്ടിൽ നിന്നും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു അല്ലേ? എങ്ങനെയാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്തത്? ഒരു ഫുഡ് ഐറ്റം എടുത്ത് അതൊരു പേപ്പറിൽ ഇങ്ങനെ റാപ്പ് ചെയ്തു, ഒന്ന് ക്രഷ് ചെയ്തു, എന്നിട്ട് അത് പേപ്പർ നിവർത്തി കുറച്ച് നേരം നമ്മളൊന്ന് അവിടെ വെച്ചു. അത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചത്? ആ ഫുഡ് ഐറ്റംസിൽ വല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അല്ലേ? അങ്ങനെ കുറച്ച് കഴിഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഓയിലി എഫക്റ്റ് ആ പേപ്പറിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഫാറ്റ് പ്രസൻ്റ് ആണ്. ഓയിലി പാച്ചസ് കാണുകയാണെങ്കിൽ ഫാറ്റ് പ്രസൻ്റ് ആണ്. അല്ല, ആ പേപ്പർ അതേപോലെ തന്നെയാണെങ്കിൽ ഓയിലി പാച്ചസ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഫാറ്റ് ഇല്ല, ഫാറ്റ് ഈസ് ആബ്സെൻറ്റ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു. ലെറ്റ് us see another video. Watch carefully. Here I take the food item butter. Take a white paper and rub the butter over it. Now bring it on in front of the lighted candle. You can see the light faintly through the paper. This is because the paper has an oily patch. That is, the food item butter contains fat. All of you got the idea? നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു പീസ് ഓഫ് ബട്ടർ എടുത്തിട്ട് അതൊരു വൈറ്റ് പേപ്പറിൽ റബ്ബ് ചെയ്തു. എന്നിട്ട് ആ പേപ്പർ നമ്മൾ ഒരു ലൈറ്റ് ചെയ്യണ ക്യാൻഡിലിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഇങ്ങനെ ഫെയിൻ്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? ഒരു മങ്ങിയ പോലെ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് പേപ്പർ കണ്ടെയ്ൻസ് എൻ ഓയിലി പാച്ച്. അതിൽ ആ പേപ്പറിൽ ഒരു എണ്ണമയം ഉണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ? ദാറ്റ് ഫുഡ് ഐറ്റം കണ്ടെയ്ൻസ് ഫാറ്റ്. അങ്ങനെ പേപ്പറിൽ റബ്ബ് ചെയ്യുമ്പോൾ പേപ്പറിൽ ഓയിലി പാച്ച് വരുന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഐറ്റത്തിൽ ഫാറ്റ് പ്രസൻ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. യു സീ ദിസ് ക്ലാസ് 1 or 2 times. Hope you all were understood this session. Let me wind up. Thank you.